ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയുടെ പേര് ഫണ്ണി ഐസ്ക്രീം. അപ്പം നമുക്ക് കഥ തുടങ്ങിയാലോ? ഫസ്റ്റ് പോയിന്റ്, വിനു ഐസ്ക്രീം കഴിക്കുകയായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം ഈ സെൻറ്റൻസ് കേട്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ആ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെങ്കിലും അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, കഴിക്കുകയായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് വിളിക്കാം. അപ്പം എങ്ങനെ എഴുതാൻ നോക്കാം. വിനു ഐസ്ക്രീം കഴിക്കുകയായിരുന്നു. അപ്പം എങ്ങനെ എഴുതാം? വിനു വാസ് ഇവിടെ ഞാൻ വാസ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. വിനു വാസ് ഈറ്റിംഗ് ഐസ്ക്രീം. അപ്പം ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ വാസ് യൂസ് ചെയ്തത്? കാര്യം നമുക്ക് ഓൾറെഡി അറിയാം ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്, ഓൾറെഡി കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞു പോയ കാര്യമാകുമ്പോൾ നമുക്ക് വാസ് ഓർ വെയർ യൂസ് ചെയ്ത് എഴുതാണ്. അപ്പം ഇവിടെ എന്താ വാസ് യൂസ് ചെയ്തത്? കാര്യം വിനു ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം നമ്മൾ എപ്പോഴും സബ്ജക്റ്റ് ശ്രദ്ധിക്കുക, സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ. അപ്പം ആ സബ്ജക്റ്റ് അനുസരിച്ച് നമുക്ക് ഒരു കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെങ്കിൽ നമുക്ക് വാസ് ഓർ വെയർ യൂസ് ചെയ്ത് എഴുതാം സബ്ജക്റ്റ് നോക്കിയിട്ട്. അപ്പോൾ വിനു സിംഗുലാർ സബ്ജക്റ്റാണ്, അപ്പോൾ ഇതിന് പകരം പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ നമുക്ക് വെയർ യൂസ് ചെയ്യാമായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈറ്റിൻ്റെ കൂടെ ING യൂസ് ചെയ്തത്? അപ്പം അത് ഞാൻ ഇവിടെ എഴുതാം. ഇവിടെ എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താ നമ്മൾ പഠിച്ചേക്കുന്നത്? എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അപ്പം ഈ ഒരു സ്ട്രക്ചറാണ് ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് സ്ട്രക്ചർ. അപ്പം ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റാണ് വിനു ആണ് സബ്ജക്റ്റ്. പിന്നെ നമ്മൾ വാസ് ഓർ വെയർ നമുക്ക് യൂസ് ചെയ്യാം സബ്ജക്റ്റിൻ്റെ കൂടെ. അപ്പം ഇവിടെ സബ്ജക്റ്റ് വിനു ഒരു സിംഗുലാർ സബ്ജക്റ്റ് ആണ്, നമ്മൾ വാസ് യൂസ് ചെയ്തു, വെയർ യൂസ് ചെയ്തില്ല. നമ്മളിവിടെ ക്രോസ് ചെയ്തു, വെയർ യൂസ് ചെയ്തില്ല. പിന്നെന്താ? പിന്നെ വെർബ്. ഈ വെർബ് എന്ന് പറഞ്ഞാൽ ഈറ്റാണ് ഇവിടുത്തെ വെർബ്. അപ്പം നമ്മൾ ഈറ്റിൻ്റെ കൂടെ ING ആഡ് ചെയ്തു, വെർബ് പ്ലസ് ING. അപ്പം നമ്മളിവിടെ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് എപ്പോഴും ഇങ്ങനെ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടില്ല. ജസ്റ്റ് ഇത് ഞാൻ പറയാൻ കാരണം ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ ഇത് പറയാതെ എനിക്ക് വിനു വാസ് ഈറ്റിംഗ് ഐസ്ക്രീം എന്ന് പറയാമായിരുന്നു. ഇത് നമുക്ക് ജസ്റ്റ് ഒന്നും മനസ്സിലാക്കാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഒന്നുകൂടെ നമുക്ക് പറയാം, വിനു ഐസ്ക്രീം കഴിക്കുകയായിരുന്നു. വിനു വാസ് ഈറ്റിംഗ് ഐസ്ക്രീം. വിനു വാസ് ഈറ്റിംഗ് ഐസ്ക്രീം. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ഐസ്ക്രീം അവൻ്റെ ഷർട്ടിൽ വീണു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ ഇടാമെന്ന് നോക്കാം. അപ്പം എങ്ങനെയാണ്? ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അതെങ്ങനെ നമ്മൾ എഴുതുന്നത്? വൈൽ ഈറ്റിംഗ് ഐസ്ക്രീം, കുറച്ച് ഐസ്ക്രീം. അപ്പം കുറച്ച് എന്നുള്ളത് നമുക്ക് ലിറ്റിൽ എന്ന് പറയാം. അവൻ്റെ ഷർട്ടിൽ വീഴുക എന്താ നമ്മൾ പറയുക? ഫാൾ. അപ്പം വീണു, അപ്പം ഓൾറെഡി വീണ് കഴിഞ്ഞു. അപ്പം നമുക്ക് ഫാളിൻ്റെ പാസ്റ്റ് ഫോം നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ഐസ്ക്രീം അവൻ്റെ ഷർട്ടിൽ വീണു. അപ്പം എങ്ങനെ എഴുതാം? വൈൽ ഈറ്റിംഗ് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ പറ്റിയത്? കുറച്ച് എന്നുള്ളതിന് നമ്മൾ ലിറ്റിൽ എന്ന് എഴുതി. ലിറ്റിൽ ഐസ്ക്രീം വീഴുക എന്ന് വെച്ചാൽ ഫാൾ. അപ്പോൾ ഇവിടെ ഫാളിൻ്റെ പാസ്റ്റ് ഫോം ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പം നമുക്ക് ഫാളിന് 3 ഫോംസ് ഉണ്ട്. എന്തൊക്കെയാ? ഫാൾ, ഫെൽ, ഫാളൻ. അപ്പം ഈ 3 ഫോംസ് ഉണ്ട്. അപ്പം ഈ 3 ഫോംസിൽ നമ്മൾ എഴുതാൻ പോണേ? ഫാൾ എന്ന് വെച്ചാൽ വീഴുക. അപ്പോൾ ഇവിടെ ഓൾറെഡി വീണ് കഴിഞ്ഞു. അപ്പം നമ്മൾ ഫാളിൻ്റെ സെക്കൻഡ് ഫോമാണ് എഴുതാൻ പോണേ, ഫെൽ. അപ്പം വൈൽ ഈറ്റിംഗ് ഐസ്ക്രീം, ലിറ്റിൽ ഐസ്ക്രീം ഫെൽ. എവിടെ വീണത്? ഫെൽ ഓൺ ഹിസ് ഷർട്ട്, അവൻ്റെ ഷർട്ടിൽ. ഫെൽ ഓൺ ഹിസ് ഷർട്ട്. കാണുന്നില്ല തോന്നുന്നു. ഓക്കെ, ഞാൻ ശരിയാക്കി വെച്ചു. ഓക്കെ, അപ്പം എങ്ങനെയാ? വൈൽ ഈറ്റിംഗ് ഐസ്ക്രീം, ലിറ്റിൽ ഐസ്ക്രീം ഫെൽ ഓൺ ഹിസ് ഷർട്ട്. അപ്പം ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് ഐസ്ക്രീം അവൻ്റെ ഷർട്ടിൽ വീണു. അപ്പം ആ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നുള്ളതിനാണ് നമ്മൾ വൈൽ ഈറ്റിംഗ് ഐസ്ക്രീം എഴുതിയത്. അപ്പം കുറച്ച് എന്നുള്ളതിന് ലിറ്റിൽ. പിന്നെ ഐസ്ക്രീം ഫെൽ ഓൺ ഹിസ് ഷർട്ട്. ഫാളിൻ്റെ പാസ്റ്റ് ഫോം ഫെല്ലാണ് ഞാൻ എഴുതിയത്, സെക്കൻഡ് ഫോമായ ഫെൽ.
അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, ഷർട്ട് തുടയ്ക്കുന്നതിനിടയിൽ മുഴുവൻ ഐസ്ക്രീമും അവൻ്റെ കയ്യിൽ നിന്നും താഴെ വീണു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. വൈൽ വൈപ്പിംഗ്. അപ്പോൾ വൈപ്പ് എന്ന് വെച്ചാൽ എന്താ, തുടയ്ക്കുക. അപ്പം വൈൽ വൈപ്പിംഗ് ഹിസ് ഷർട്ട്, ദ ഹോൾ, മുഴുവൻ എന്നുള്ളതിന് ഞാനിവിടെ ഹോളാണ് എഴുതുന്നത്. ദ ഹോൾ, എൻ്റെർന്ന് എഴുതാൻ നമുക്ക് ദ ഹോൾ ഐസ്ക്രീം. അപ്പം താഴെ വീഴുക നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ വീണു എന്നാണ്. വീണു എന്ന് പറയുമ്പോൾ ഫാൾ, വീഴുക എന്ന് പറഞ്ഞാൽ ഫാൾ. ഇപ്പോൾ വീണു എന്നാണ് നമുക്ക് ഫാളിൻ്റെ പാസ്റ്റ് ഫോം എഴുതാം. ഫാളിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ഫെൽ. ഹോൾ ഐസ്ക്രീം ഫെൽ ഫ്രം ഹിസ് ഹാൻഡ്. നമ്മൾ എങ്ങനെ എഴുതിയത് നോക്കാം. While wiping his shirt, the whole ice cream fell from his hand. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. ഷർട്ട് തുടയ്ക്കുന്നതിനിടയിൽ മുഴുവൻ ഐസ്ക്രീമും അവൻ്റെ കയ്യിൽ നിന്നും താഴെ വീണു. While wiping his shirt, the whole ice cream fell from his hand. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ്റെ കൂട്ടുകാരെല്ലാം അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൻ്റെ കൂട്ടുകാർ, ഹിസ് ഫ്രണ്ട്സ്. അവൻ്റെ കൂട്ടുകാർ എല്ലാം എന്ന് പറയുമ്പം ഓൾ ഓഫ് ഹിസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഓൾ ഹിസ് ഫ്രണ്ട്സ് അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ചിരിക്കുക, ലാഫ്. തുടങ്ങുക എന്ന് വെച്ചാൽ സ്റ്റാർട്ട്. ഇവിടെ തുടങ്ങി എന്നായതുകൊണ്ട് നമുക്ക് സ്റ്റാർട്ടിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൻ്റെ കൂട്ടുകാരെല്ലാം അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ഓൾ ഹിസ് ഫ്രണ്ട്സ്. അവൻ്റെ കൂട്ടുകാർ എല്ലാം. ഓൾ ഹിസ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ്. ഇപ്പം സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ തുടങ്ങുക. ഇവിടെ സ്റ്റാർട്ടഡ്, ഇപ്പോൾ തുടങ്ങി. അപ്പം നമ്മൾ സ്റ്റാർട്ടിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതി. ഓൾ ഹിസ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് ലാഫിങ്. ലാഫ് എന്ന് വെച്ചാൽ ചിരിക്കുക. ലാഫിങ് അറ്റ് ഹിം. നമുക്ക് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറയാം. ഓൾ ഹിസ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് ലാഫിങ് അറ്റ് ഹിം. അവൻ്റെ കൂട്ടുകാർ എല്ലാം അവനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ഓൾ ഹിസ് ഫ്രണ്ട്സ് സ്റ്റാർട്ടഡ് ലാഫിങ് അറ്റ് ഹിം. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഐസ്ക്രീം വീണ ഭാഗം കഴുകാൻ അവൻ പെട്ടെന്ന് ഓടിപ്പോയി. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പം വീണ ഭാഗം, അപ്പോൾ ഈ വീണ അല്ലെങ്കിൽ വീഴുക എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പറയാമെന്ന് നോക്കാം. അപ്പം വീഴുക, അപ്പോൾ നമുക്ക് ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് സ്പില്ലെന്നാണ്. സ്പിൽ, അല്ലെങ്കിൽ നമുക്ക് സ്പില്ലിന് വേറെ ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ട്. പോർ ഔട്ട് എന്ന് എഴുതാം, സ്പ്ലാഷ് എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ സ്പില്ലാണ് എഴുതാൻ പോകുന്നത്. ഭാഗം എന്ന് വെച്ചാൽ ആ ഒരു പ്ലേസ്, ആ ഒരു സ്പോട്ട്, ആ ഒരു ഏരിയ, ആ ഒരു സൈറ്റിനെ നമുക്ക് ഭാഗം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് സ്പോട്ട് എന്നാണ്. അപ്പോൾ സ്പോട്ടിന് എന്തൊക്കെ രീതിയിൽ എഴുതാൻ ഞാൻ പറഞ്ഞു. പിന്നെ കഴുകുക എന്ന് വെച്ചാൽ വാഷ്. അവൻ പെട്ടെന്ന് ഓടിപ്പോയി. ഇപ്പോൾ പെട്ടെന്ന് എന്നുള്ളതിന് നമുക്ക് ക്വിക്ക്ലി എന്ന് പറയാം, സഡൻലി എന്ന് പറയാം. അപ്പം ഓടിപ്പോവുക, റൺ. അപ്പോൾ ഇവിടെ ഓടിപ്പോയി എന്നാണ് ഞാൻ റണ്ണിൻ്റെ പാസ്റ്റ് ഫോം റാൻ എഴുതാം നമുക്കിവിടെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഐസ്ക്രീം വീണ ഭാഗം കഴുകാൻ അവൻ പെട്ടെന്ന് ഓടിപ്പോയി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഹീ. ഇപ്പോൾ പെട്ടെന്ന് എന്നുള്ളതിന് ഞാൻ ക്വിക്ക്ലി അല്ലെങ്കിൽ സഡൻലി നമുക്ക് എഴുതാം. ഞാനിവിടെ ക്വിക്ക്ലി എന്നാണ് എഴുതുന്നത്. അപ്പം ഹീ ക്വിക്ക്ലി. പിന്നെ എന്താ എഴുതാൻ പോണേ? അവൻ പെട്ടെന്ന് ഓടിപ്പോയി. ഇപ്പോൾ ഓടിപ്പോവുക എന്ന് വെച്ചാൽ റൺ. അപ്പം നമ്മളിവിടെ ഓടിപ്പോയി എന്നായതുകൊണ്ട് റണ്ണിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതുവാണ് റാൻ. ഹീ ക്വിക്ക്ലി റാൻ. എന്തിനാ പോയത്? വാഷ് ചെയ്യാൻ, കഴുകാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് വീണ ഭാഗം കഴുകാൻ വേണ്ടിയിട്ട്. അപ്പം ഹീ ക്വിക്ക്ലി റാൻ ഓഫ്. ഞാനിവിടെ ഹീ ക്വിക്ക്ലി റാൻ ഓഫ് ടു വാഷ്, കഴുകുക. വാഷ് ദ സ്പോട്ട്, ആ ഒരു സ്ഥലം, എൻ്റെ ഭാഗം, ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ ഒരു സൈറ്റ്, ആ ഒരു ഏരിയ. അപ്പം ഇവിടെ ഞാൻ എഴുതുന്നത് സ്പോട്ട് എന്നാണ്. വാഷ് ദ സ്പോട്ട്. അപ്പം ഞാൻ ഈ സ്പോട്ടിന് എന്തൊക്കെ എഴുതാമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇവിടെ ഞാൻ എഴുതുന്നത് സ്പോട്ട് എന്നാണ്. അപ്പം നമുക്ക് ഞാൻ പറഞ്ഞു നമുക്ക് ഈ സ്പോട്ടിന് എന്തൊക്കെ എഴുതാം. സൈറ്റിൽ നിന്ന് എഴുതാം, ആ ഒരു സ്ഥലം, ആ സ്ഥലത്തെയാണ് ആ സൈറ്റ്, ഏരിയ,
പ്ലേസ്. അപ്പം ഇവിടെ ഈ ഒരു സെൻറ്റൻസിന് എനിക്ക് നല്ലതായിട്ട് തോന്നിയത് സ്പോട്ട് എന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പോട്ട് എന്ന് എഴുതുന്നത്. ഹി ക്വിക്ലി റാൻ ഓഫ് ടു വാഷ് ദ സ്പോട്ട് വേർ ദ ഐസ്ക്രീം ICE ആണ് ഇത്, ഐസ്ക്രീം. എന്താ നമ്മൾ എഴുതാൻ പോണത്? ഹി ക്വിക്ലി റാൻ ഓഫ് ടു വാഷ് ദ സ്പോട്ട് വേർ ദ ഐസ്ക്രീം ഹാഡ് സ്പിൽഡ്. അപ്പം നമ്മളിവിടെ സ്പില്ലിനെ പാസ്റ്റ് ഫോം ആക്കുന്നു. സ്പില്ലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, വീഴുക, തെറിച്ച് വീഴുക, പെട്ടെന്ന് ആക്സിഡൻ്റലി വീഴുക. അപ്പോൾ അങ്ങനെയുള്ളതിന് നമുക്ക് സ്പില്ലെന്ന് പറയാം. അപ്പോൾ ഈ സ്പില്ലിന് നമുക്ക് വേറെ എന്തൊക്കെ പറയാം? പോർ ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം, സ്പ്ലാഷ് എന്ന് പറയാം. ഇവിടെ ഞാൻ സ്പില്ലെന്നാണ് എഴുതാൻ പോകുന്നത്. സ്പില്ലെന്ന് വെച്ചാൽ വീഴുക. അപ്പോൾ വീണ് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഞാൻ സ്പില്ലിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് സ്പിൽഡ് എന്ന് എഴുതി. അപ്പം എന്താ എഴുതിയത്? ഹി ക്വിക്ലി റാൻ ഓഫ് ടു വാഷ് ദ സ്പോട്ട് വേർ ദ ഐസ്ക്രീം ഹാഡ് സ്പിൽഡ്. നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ഹി ക്വിക്ലി റാൻ ഓഫ് ടു വാഷ് ദ സ്പോട്ട് വേർ ദ ഐസ്ക്രീം ഹാഡ് സ്പിൽഡ്. ഐസ്ക്രീം വീണ ഭാഗം കഴുകാൻ അവൻ പെട്ടെന്ന് ഓടിപ്പോയി. ഹി ക്വിക്ലി റാൻ ഓഫ് ടു വാഷ് ദ സ്പോട്ട് വേർ ദ ഐസ്ക്രീം ഹാഡ് സ്പിൽഡ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അതിനുശേഷം അവൻ എല്ലാം ശ്രദ്ധയോടെ ചെയ്യാൻ തുടങ്ങി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ നോക്കാം? അതിനുശേഷം, ആഫ്റ്റർ ദാറ്റ്, എല്ലാം, എവറിത്തിങ്, ശ്രദ്ധ, കെയർഫുൾ. അപ്പം തുടങ്ങുക എന്ന് വെച്ചാൽ എന്താ? സ്റ്റാർട്ട്. ഇവിടെ തുടങ്ങി എന്നാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ടിൻ്റെ പാസ്റ്റ് ഫോം എഴുതാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അതിനുശേഷം നമുക്കിവിടെ ആഫ്റ്റർ ദാറ്റ് എന്ന് എഴുതാം. അതിനുശേഷം എന്ന് നമുക്ക് ആഫ്റ്റർ ദാറ്റ് എന്ന് എഴുതാം. ഇത് ടി ആണ്. ആഫ്റ്റർ ദാറ്റ് പിന്നെന്താ നമ്മൾ എഴുതാൻ പോണേ? ഹീ. അപ്പം തുടങ്ങുക എന്ന് വെച്ചാൽ സ്റ്റാർട്ട് എന്നാണ്. അപ്പോൾ തുടങ്ങി എന്നാണ് നമ്മൾ സ്റ്റാർട്ടിൻ്റെ പാസ്റ്റ് ഫോം എഴുതാൻ പോവാണ്. സ്റ്റാർട്ടഡ്. ആഫ്റ്റർ ദാറ്റ് ഹീ സ്റ്റാർട്ടഡ് ഡൂയിങ് എല്ലാം എന്നുള്ളത് നമ്മളിവിടെ എവറിത്തിങ് എഴുതി. ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് എവറിത്തിങ്. ശ്രദ്ധയോടെ. അപ്പം നമുക്ക് എന്താ എഴുതാം? ശ്രദ്ധ എന്ന് വെച്ചാൽ എന്താ? കെയർഫുൾ. അപ്പം ശ്രദ്ധയോടെ എന്നുള്ളതിന് സ്പെല്ലിംഗ് നോക്കിയോ. CAREFULLY. അപ്പം എവറിത്തിങ് കെയർഫുള്ളി. ആഫ്റ്റർ ദാറ്റ് ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് എവറിത്തിങ് കെയർഫുള്ളി. നമ്മളെങ്ങനെ എഴുതിയത്? അതിനുശേഷം അവൻ എല്ലാം ശ്രദ്ധയോടെ ചെയ്യാൻ തുടങ്ങി. ആഫ്റ്റർ ദാറ്റ് ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് എവറിത്തിങ് കെയർഫുള്ളി. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.